പൊന്നാനി ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. വാർഡ് 39 നിന്നും SSLC+2 പരീക്ഷകളിൽ വിജയിച്ച 38 വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റഷീദ് ചളവറ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ. വളരെ ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ആളുകൾക്ക് മഗ്‌രിബിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കും വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിസാർ പറഞ്ഞപ്പോൾ ഒന്ന് കയറി ഇറങ്ങി പോകാൻ വേണ്ടി ഈ പരിപാടിയിൽ വന്നതാണ്. ആ നിലയിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല, നമ്മുടെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രശസ്ത വിജയം നേടിയ കുട്ടികളെ അഭിനന്ദിക്കുകയാണ്. ആ നിലയിലും വളരെ സന്തോഷമുള്ളൊരു ചടങ്ങാണിത്. പ്രിയപ്പെട്ട അഷ്റഫ് അടക്കം നമ്മൾ അബുദാബിയിലെ KMCC നേതാവ്, ഒരുപാട് കാര്യങ്ങളിൽ അഷ്റഫ് അവരൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്നവരാണ്. ഈ അടുത്ത ദിവസം നമ്മുടെ ഈ മണ്ഡലത്തിലൊരു ചെറുപ്പക്കാരൻ അബുദാബിയിൽ കാണാനില്ലാതായി. ഞാനതിൽ എല്ലാ പ്രയത്നം നടത്തിയ കുട്ടിയെ തിരിച്ചു കിട്ടി, നാട്ടിലെത്തിച്ചു. പക്ഷെ അതിൻ്റെ എല്ലാ കാര്യം അവിടെ നടത്തിയത് നിങ്ങളെ പൊന്നാനിക്കാരനായ പ്രിയപ്പെട്ട അഷ്റഫാണ്. അതൊക്കെ നമ്മൾ പറയണമല്ലോ, അതുകൊണ്ട് പറയണം. നല്ല കാര്യങ്ങളാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലുത്. ആ കുട്ടി തിരിച്ചെത്തെങ്കിൽ കുടുംബം വളരെ ദുഃഖത്തിലായിരുന്നു. വാപ്പിയമ്മയൊക്കെ ഞാൻ ആ വീട് സന്ദർശിച്ചിരുന്നു, താന്നൂർ. കൂടുതലായിട്ട് ഇവിടെ ഞാനൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ അത് പ്രസംഗത്തിൻ്റെ സമയമല്ല. കുട്ടികൾക്കൊക്കെ വേഗം അവാർഡ് കൊടുക്കാനാണ് ഇവിടെ നിങ്ങളെല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. മഴവനത്തിൻ്റെ പരിസരമാണിത്. പൊന്നാനിയിലെ വലിയ ജുമുഅ മസ്ജിദിൻ്റെ പരിസരം. എനിക്ക് ഈ മസ്ജിദ് കാണുമ്പോൾ തന്നെ വളരെ ഓർമ്മകളും രോമാഞ്ചമൊക്കെ ഉണ്ടാകുന്ന, നിങ്ങളെല്ലാവരും പോലെ, നിങ്ങളെക്കാൾ കൂടുതൽ. കാരണം നിങ്ങൾ എപ്പോഴും കാണുന്നവരാണ്. എപ്പോഴും കാണുന്നവരെക്കാൾ കൂടുതലായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മാത്രം കാണുന്നവരുടെ മനസ്സിൽ ഇതിനോടുള്ള വികാരാധിക്യം, ഇതിനോടുള്ള ആദരം. പ്രത്യേകിച്ച് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ല, അവരുടെ ചരിത്രം, പാരമ്പര്യം, എത്രയോ സ്ഥലത്ത് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനിപ്പോഴും വട്ടംകുളത്തൊരു പരിപാടിയിൽ സൈനുദ്ദീൻ മഖ്ദൂമിനെ അനുസ്മരിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതവിടെ ഒരു കലാപരമായിട്ടുള്ള പരിപാടിയായിരുന്നു. പഞ്ചവാദ്യത്തിൽ സംഘടിപ്പിച്ചവരെ ആദരിക്കൽ. ഏത് സദസ്സായാലും കേരളത്തെക്കുറിച്ച് പറയുന്ന എല്ലാ വേദിയിലും എന്ന പോലെ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന, എനിക്കും എൻ്റെ ഉമ്മ വഴി സൈനുദ്ദീൻ മഖ്ദൂമുമായിട്ട് ബന്ധമുണ്ട്. എൻ്റെ ഉമ്മ മഖ്ദൂമിയാണ്. അവരൊക്കെ ഖാദിമാരായിരുന്നു പല പ്രദേശങ്ങളിലും. അതുകൊണ്ട് ആ പാരമ്പര്യം അള്ളാഹു അവരോടൊപ്പം നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കുട്ടികൾ നല്ല മാർക്ക് വാങ്ങി പാസ്സായിരിക്കുന്നു, നല്ല കാര്യമാണ്. പക്ഷെ മാർക്കൊന്നും അല്ല ഇന്നത്തെ പ്രശ്നം. നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കാനൊന്നും നിവൃത്തിയില്ല. നമ്മളൊന്നും കയ്യിൽ നിൽക്കാത്ത ഒരുപാട് സംഗതികൾ കുട്ടികളിലേക്ക്, ഇളം തലമുറയിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ദുരന്തമാണ്. ആർക്കും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ മയക്കുമരുന്ന് മാത്രമല്ല, ഈ മൊബൈലിലൂടെ ലഭിക്കുന്നൊരു വിദ്യാഭ്യാസം. ഇതിപ്പോൾ കുട്ടികൾ ഒരു വിദ്യാഭ്യാസം നേടിയിട്ട് അതിന് നമ്മൾ മാർക്ക് വാങ്ങിയവർക്ക് സമ്മാനം കൊടുക്കും. ഇതല്ല ശരിക്കും വിദ്യാഭ്യാസം. കുട്ടികൾക്കൊരു വിദ്യാഭ്യാസം 24 മണിക്കൂറും കിട്ടുന്നുണ്ട്. അത് കാണാതിരിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തെറ്റ്. അത് മൊബൈലിലൂടെ കിട്ടുന്ന വിദ്യാഭ്യാസമാണ്. കുട്ടികൾ എന്ത് ചിന്തിക്കണം, എന്ത് പറയണം, എന്ത് തിന്നണം, എന്ത് കുടിക്കണം, എന്ത് ധരിക്കണം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു വിദേശ രാജ്യത്തെ ഡ്രസ്സ് സാർവത്രികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആണും പെണ്ണും ഒറ്റ ഡ്രസ്സ്. അതൊക്കെ മൊബൈലിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അത്. ഈ അടുത്ത കാലത്തൊരു പയ്യൻ സ്വന്തം മാതാവിനെ 2 ഞരമ്പ് ഞെക്കിയിട്ട് മാതാവിനെ കൊന്നിട്ട് അവൻ ആത്മഹത്യ ചെയ്തു. കൊന്നു, പക്ഷേ മാതാവ് കൊന്നു, അവൻ്റെ കണ്ണിൽ കൊന്നു, മരിച്ചില്ല, ബോധം കെട്ടു. അപ്പോൾ അവൻ പോയിട്ട് ആത്മഹത്യ ചെയ്തു. ഇത് മൊബൈൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെയുള്ള വിദ്യാഭ്യാസം, ഇത് മനസ്സിലാക്കാതെയുള്ള ഓട്ടം, വെറും മാർക്കാണെല്ലാം എന്ന വിചാരം
കുറച്ച് മാർക്ക് കിട്ടിയാൽ എല്ലാമായി. ഞാനിപ്പോഴും ഒരു സദസ്സ് പറഞ്ഞു, മാർക്കല്ല ജീവിതം, എൻ്റെ ഒക്കെ അപ്പുറത്താണ് ജീവിതം. അത് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നെ പറയാം. ഞാൻ പൊന്നാനി വരുന്ന ആളാണ്, ദീർഘമായി പ്രസംഗിക്കുന്ന ആളാണ്. ഇന്നും പൊന്നാനിയിൽ 2 യോഗത്തിൽ പ്രസംഗിക്കാനുണ്ട്. ഇത് ഇടയ്ക്കുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങളും അതിന് വന്നതല്ല, ഈ കുട്ടികളെ ആദരിക്കാനാണ്. കുട്ടികൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. പക്ഷേ കുട്ടികളെ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. യാന്ത്രിക സംസ്കാരം ഒക്കെ യന്ത്രമാണ്, യന്ത്രം യന്ത്രം യന്ത്രം. മാതാവ് പിതാവും ഒക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ യന്ത്രമാവും. ഇപ്പം തന്നെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ യന്ത്രമനുഷ്യനെയാണ് വാങ്ങിയത് ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൽ. ഒരു യന്ത്രമനുഷ്യനെ വാങ്ങി മാതാവിനെ നോക്കാൻ. അപ്പോൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് യന്ത്രമനുഷ്യൻ കൊണ്ടേ കൊടുക്കും, സ്വിച്ച് ഇട്ടാൽ വെള്ളം കൊടുക്കും. കാണാം, നിങ്ങൾക്ക് യൂട്യൂബ് കാണാത്, ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ എത്തി? ഞാനൊക്കെ പ്രസംഗിക്കാറുള്ളത് എൻ്റെ അപ്പാൻ്റെ കാലൊഴിഞ്ഞു കൊടുത്തിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നേടിയതെന്നാണ്. എൻ്റെ പിതാവ് വലിയ പണ്ഡിതനായിരുന്നു. രാത്രി നിസ്കരിച്ചിട്ട് ഇപ്പോൾ കാല് മടിയിലേക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും, രാത്രി അർദ്ധരാത്രി. ഇതാണ് ഞാൻ പുതിയ തലമുറയോട് പറയാറുള്ളത്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മക്കളാൽ കൊല ചെയ്യപ്പെട്ട മാതാക്കളുടെ കണക്കെടുക്കണമെന്നാണ് ഞാൻ പ്രസംഗിച്ചത്. ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം. അതിന് സാധിക്കട്ടെ, ഇവിടുന്ന് സാധിക്കണം. ഇത് പൊന്നാനിയാണ്, ഇവിടുത്തെ ഇൽമിൻ്റെ പാരമ്പര്യം. ശരിയായ അറിവാണ് മനുഷ്യനെ 2 ലോകത്തും നേരെ നടത്തുള്ളൂ. ആ ശരിയായ അറിവിൻ്റെ വെളിച്ചം കാട്ടിയ മഹാമന്ദിരത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 100 കൊല്ലം പഴക്കമുള്ള സ്കൂളാണിത്. സമദ് സാഹിബ് പറയായിരുന്നു, അബ്ദുസമദ് സാഹിബ്, മഴവനത്തായാലും എല്ലാം. കുട്ടികൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.